പ്രമോദ് കോട്ടൂളി കോഴ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. കോഴ വാങ്ങിയത് PSC അംഗത്വത്തിനല്ല, നിയമനത്തിനാണെന്ന് CPIMന്റെ വിലയിരുത്തൽ. പണം നൽകിയത് വനിതാ ഹോമിയോ ഡോക്ടറാണെന്നും ഇവർ PSC പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നും കണ്ടെത്തൽ. പ്രമോദ് നേരിട്ടല്ല പണം കൈപ്പറ്റിയതെന്നും ജോലി തരപ്പെടുത്താൻ ശ്രമം നടത്തിയില്ലെന്നും CPIMന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നു. ഇർഫാൻ, ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ല, എല്ലാം മാധ്യമങ്ങളുടെ കോലാഹലം എന്നായിരുന്നു CPMന്റെ പ്രാദേശികമായിട്ടുള്ള വിലയിരുത്തൽ. ജില്ലാ നേതൃത്വം ആ തരത്തിലാണ് വിലയിരുത്തിയത്. എന്നാൽ ഇപ്പോൾ കോഴ വാങ്ങിയത് PSC അംഗത്വത്തിനല്ല, നിയമനത്തിനാണ് എന്ന് പറയുന്നു. എന്താണ് നിജസ്ഥിതി? ലക്ഷ്മി, ഇപ്പോൾ പുതിയ തലത്തിലേക്ക് വിവാദം കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് CPMന്റെ നേതാക്കൾ നമ്മളോട് പങ്കുവെക്കുന്ന സൂചനകൾ. PSC കോഴ വിവാദം പൈസ വാങ്ങിയതല്ല, പണം ആവശ്യപ്പെട്ടത് കോഴ എന്നതിൽ പണം ആവശ്യപ്പെട്ടത് അംഗത്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ഹോമിയോ ഡോക്ടറുടെ നിയമനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന ഒരു കണ്ടെത്തലാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട 4ാം റാങ്കുകാരിയായ ഒരു ഹോമിയോ ഡോക്ടറുടെ നിയമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന നിലയിലാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഹോമിയോ ഡോക്ടർക്ക് വേണ്ടി നിയമനം ശരിപ്പെടുത്തി തരാം അല്ലെങ്കിൽ തരപ്പെടുത്തി തരാം എന്ന നിലയിൽ ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് ഈ പണം വാങ്ങിയത്. അതും പ്രമോദ് നേരിട്ടല്ല പണം വാങ്ങിയത് എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. പ്രമോദിൻ്റെ അതോടൊപ്പം തന്നെ ഈ പണം നൽകിയെന്ന് പറയപ്പെടുന്ന ഈ വനിതാ ഡോക്ടറുടെയും പൊതു സുഹൃത്തായ ഒരു വ്യവസായിയുടെ അക്കൗണ്ടിലേക്കാണ് പണം അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അതുവഴിയാണ് പണം കൈമാറിയിട്ടുള്ളത്. ഇദ്ദേഹം വഴിയാണ് 20 ലക്ഷത്തിൻ്റെ ചെക്കാണ് ഇദ്ദേഹത്തിന് കൈമാറിയിരുന്നത് എന്നാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്. അംഗത്വം എന്ന ഒരു ലേബൽ കൂട്ടിക്കെട്ടിയത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ വിശ്വാസ്യത വരുത്തുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ ഒരു വിവാദത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അംഗത്വം എന്ന നിലയിലേക്ക് ഇതിനെ ചിത്രീകരിച്ചത് എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഈ നിയമന വിവാദത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ പ്രമോദ് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. സ്വാഭാവികമായും 4ാം റാങ്ക് അല്ലെങ്കിൽ 3ാം റാങ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് ഒരു കാര്യമുള്ളത്, വേക്കൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് പ്രമോദിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് യാതൊരു ശ്രമവും നടത്താതെ. മാത്രമല്ല, ഇത് എങ്ങനെയാണ് പാളിയതെന്ന് ചോദിക്കൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിൻ്റെ റൊട്ടേഷൻ വരുമ്പോൾ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു ഡോക്ടർക്ക് ഈ നിയമനം പോവുകയും ഈ പൈസ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ ഡോക്ടർ, കോഴിക്കോട്ടെ ഈ വനിതാ ഹോമിയോ ഡോക്ടർക്ക് നിയമനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ ഇത്തരം ഒരു പരാതി എത്തുന്നത്. ഈ പ്രാദേശിക നേതൃത്വം ഇത് ജില്ലാ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഒരു വിവാദം പുറത്ത് ആവുന്നത്. ഇത് വിവാദം പുറത്താവുന്നത് സംബന്ധിച്ച് വലിയ കോലാഹലം ഉണ്ടായിരുന്നു. ഇത് ഏത് രീതിയിൽ പുറത്തു പോയി എന്നുള്ള കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതവിടെ നിൽക്കട്ടെ. മാത്രമല്ല, ഇപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഞാനിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നിൽക്കുന്നത്, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് കോട്ടൂളി, ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി വിശദീകരണം പാർട്ടിക്ക് എഴുതി നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രമോദ് ഇപ്പോൾ DC-യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ പ്രമോദ് ഇപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്, തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഇതുവരെ ഒരു കളങ്കം ഉണ്ടായിട്ടില്ല, താൻ പൈസ വാങ്ങിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ബന്ധമില്ല എന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടിയിട്ടുണ്ടോ, ഏതെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തനിക്കെതിരെ ഇത്തരം ആരോപണം വന്നതാണോ എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കാതെയാണ് പ്രമോദ് കോട്ടൂളി ഇവിടെ നിന്ന് പോയത്. ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിൽ തനിക്കറിയില്ല എന്ന ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത ഇല്ലാത്തൊരു ഉത്തരമാണ് പ്രമോദ് നൽകിയിരുന്നത്. മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നത് എന്ന് ചോദിക്കുമ്പോഴും ഈ ഒരു വ്യക്തതയില്ലാത്ത ഉത്തരം നൽകുകയും വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. പ്രാഥമികമായി പാർട്ടിയുടെ വിലയിരുത്തൽ എന്താണ് ഇക്കാര്യത്തിൽ? പ്രമോദ് നേരിട്ടല്ല പണം കൈപ്പറ്റിയത്, ജോലി തരപ്പെടുത്തി കൊടുക്കാൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നും പാർട്ടി തുടക്കത്തിൽ തന്നെ പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ പ്രമോദ് അങ്ങനെ ഒരു ആരോപണ വിധേയനല്ലേ? ആ ആരോപണത്തെ പാർട്ടി ആ നിലയ്ക്ക് കാണുന്നില്ലേ? അതിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ശ്രമം തന്നെ നടത്തിയിട്ടില്ല എന്ന് ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പാർട്ടി വിലയിരുത്തുന്നത്?
ഇപ്പോൾ പാർട്ടി അത് തുറന്ന് സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടിയും പാർട്ടി കമ്മിറ്റികൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില തെറ്റായ മാധ്യമ വാർത്തകൾ തന്നെ ഉണ്ടായിരുന്നു. പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിയുടെ മുന്നിൽ ഇപ്പോൾ പ്രമോദ് തെറ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രമോദിനെതിരെ നടപടി ഉണ്ടായേക്കും എന്ന സൂചനകൾ തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മൾ പങ്കുവെക്കുന്ന വിവരം. പ്രമോദ് നിലവിൽ കുറ്റക്കാരനാണ് എന്ന നിലയിൽ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമോദിനെതിരെ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ പ്രമോദ് ഡയറക്റ്റ് അല്ലെങ്കിൽ നേരിട്ട് പ്രമോദ് പണം വാങ്ങിയിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം പ്രമോദിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രമോദ് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, പ്രമോദ് മുഖേന തന്നെയാണ് പാർട്ടി ഈ പണം കൈമാറിയത്, അല്ലെങ്കിൽ പ്രമോദിന് വേണ്ടിയാണ് പണം കൈമാറിയത് എന്നൊരു കണ്ടെത്തൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പരിശോധന പാർട്ടി നടത്തിയപ്പോൾ അത്തരമൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രമോദ് കുറ്റക്കാരനാണ് എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇടനിലക്കാർ വഴി കാശ് വാങ്ങുന്ന രീതിയായിരുന്നോ ഇർഫാൻ? ഇടനിലക്ക് വേറെ ആളുണ്ടായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹോമിയോ ഡോക്ടറുടെയും പ്രമോദിൻ്റെയും പൊതു സുഹൃത്തായ ഒരു വ്യവസായ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യവസായി വഴിയാണ് ഇത്തരത്തിൽ 20 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി വിഷയത്തിൽ പ്രമോദിനെതിരെ നടപടി ഉണ്ടാവും. സമ്മേളന കാലങ്ങൾ വരികയാണല്ലോ എന്ന ആ വിഷയം, അല്ലെങ്കിൽ വിഭാഗീയത ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം പുറത്തെത്തിയത് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. അത്തരമൊരു സൂചന തന്നെയാണ് പാർട്ടി നേതൃത്വവും നമ്മളോട് പങ്കുവെക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി ഇത് യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണം ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറിയും നടത്തിയിരുന്നു. എന്നാൽ വിഷയം ഇപ്പോഴും പാർട്ടിക്ക് മുന്നിൽ തന്നെയുണ്ട്. പാർട്ടി സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ പരസ്യമായി വെക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ഇത് ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ തള്ളുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരസ്യ അന്വേഷണ കമ്മീഷനെയോ പരസ്യ നടപടിയോ നിലവിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് വരേണ്ടതുണ്ട്. അത്തരം ഒരു കാര്യമുണ്ട്. എന്നാൽ ഈ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ചില ആളുകളെ പാർട്ടി ജില്ലാ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരുന്നു. അവരിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൂടി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു വിശദീകരണം പ്രമോദിനോട് ആവശ്യപ്പെട്ടത്. ആ വിശദീകരണ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പ്രമോദ് ഇവിടെ എത്തി വിശദീകരണം എഴുതി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് എന്ത് നടപടിയാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്? കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നേരത്തെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയ കാര്യം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏത് അന്വേഷണത്തിനും സർക്കാർ തയ്യാറെന്നും പറഞ്ഞിരുന്നു. അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോഴുള്ളത്? പോലീസ് അന്വേഷണം നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം മാത്രമാണ്. വ്യക്തമായൊരു പരാതി, പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ പോലും പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സിവിൽ നേച്ചറുള്ള ഒരു കേസായിട്ട് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ, ക്രിമിനൽ കേസ് എന്ന രീതിയിൽ വരണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടാവണം. ഈ പണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പണം നൽകിയ ആളുടെ പരാതി ഉണ്ടാവണം. ഇതുവരെയും അത്തരമൊരു പരാതിയുമായി പരാതിക്കാർ, അല്ലെങ്കിൽ ഈ പണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പണം കൊടുത്ത ആൾ, കൊടുത്ത ഹോമിയോ ഡോക്ടറോ അവരുടെ കുടുംബമോ ഈ പോലീസിനെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു കേസ് എടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത്തരമൊരു നിയമവശം കൂടി ഇതിനകത്തുണ്ട്. സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യവും ഇവിടെ ഇല്ല. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് എന്ന് എവിടെയും പോലീസിന് മുമ്പിൽ എവിടെയും ആരും പറയുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയൊരു പരാതിയുണ്ട് കമ്മീഷണർക്ക്. ആ പരാതിയിൽ ഇത്തരമൊരു ആരോപണമുണ്ട്, അന്വേഷിക്കണം എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അത് ആരുടെ കയ്യിലാണ് പണം കൊടുത്തത് എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ആര് പണം നൽകി എന്ന കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിലൊരു കാര്യമായ അന്വേഷണം നടത്തുന്നില്ല. എന്നാൽ പ്രാഥമികമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണമാണ് അത് നടന്നിട്ടുള്ളത്. അതല്ലാതെ മറ്റ് ചില മാധ്യമങ്ങൾ നൽകുന്നത് പോലെ മൊഴിയെടുപ്പോ അത്തരമൊരു കാര്യമോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. മൊഴി രേഖപ്പെടുത്തിയാൽ തന്നെയും ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മാത്രമാണ്. മൊഴി രേഖപ്പെടുത്തൽ സംബന്ധിച്ച് ഒരു കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കേസ് എടുക്കേണ്ട ഇപ്പോൾ സിവിൽ കേസ് മാത്രമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ PSCയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്, ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ടെന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യം വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ PSCയുടെ വിശ്വാസ്യത കൂടി സംശയത്തിലാകുന്ന ഒരു വിവാദം മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി വലിയ ഒരു അന്വേഷണം, അതിനുവേണ്ടിയുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ടോ? അവിടെ നിന്നും പ്രാദേശികമായി ഉയരുന്നുണ്ടോ? തീർച്ചയായും നിയമസഭയിലടക്കം ഈ വിഷയത്തിൽ വലിയ തോതിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യമുയർത്തുകയുണ്ടായി. പ്രാദേശികമായി അത്തരം ആവശ്യങ്ങൾ ഉയരുന്നുണ്ടോ?
കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞൊരു വിഷയം, പോലീസ് സ്വമേധയാ കേസെടുക്കണം. ഭരണഘടനാ സ്ഥാപനമായ PSCക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ PSCയുടെ വിശ്വാസ്യത തറക്കുന്ന നിലയിലുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്ന് പ്രാദേശികമായി പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭയിൽ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പല ആളുകളും നാട്ടിൽ പല തട്ടിപ്പുകളും നടത്തും എന്നൊരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളും ഇത്തരത്തിൽ തന്നെയാണ് നൽകിയത്. കാരണം ഇതിപ്പോൾ PSC അംഗത്വം എന്ന നിലയിൽ വന്ന ഒരു ആരോപണം, പിന്നീട് PSC നിയമനം എന്ന നിലയിൽ മാറിയ ഒരു ആരോപണം. ഇതിൽ PSCയുടെ പേരിൽ പണം വാങ്ങി എന്നല്ലാതെ മറ്റൊരു എന്താ പറയുക വ്യക്തമായ തെളിവ് ഇതുവരെ ഇല്ല. പണം വാങ്ങി, പണം നൽകി, തിരിച്ചു നൽകി എന്നുള്ള കാര്യങ്ങൾ അത് തെളിവായി നൽകാൻ കഴിയില്ല. അക്കൗണ്ട് വഴിയല്ല നൽകിയിട്ടുള്ളത്, ചെക്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തെളിവ് എന്നൊരു കാര്യമുണ്ട്. പോലീസ് ഫോൺ റെക്കോർഡുകളും അവരുടെ മറ്റ് ഇടപാടുകളും അല്ലെങ്കിൽ പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള സംബന്ധിച്ച അന്വേഷണം നടത്തി വരികയാണ്. ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആരോപണ വിധേയനെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയനെന്ന് പറയപ്പെടുന്ന കുറ്റക്കാരനെന്ന് പാർട്ടി പ്രാഥമിക കണ്ടെത്തിയിട്ടുള്ള പ്രമോദ് കോട്ടൂളി തൻ്റെ പേരിൽ പണം വാങ്ങാഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ. ഏതായാലും വിഷയത്തിൽ ഒരു ക്രിമിനൽ കേസിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. അതിനൊരു സാധ്യത വിദൂരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു കേസെടുക്കാൻ കഴിയൂ. പരാതിക്കാരന് പണം നഷ്ടപ്പെട്ട ആൾ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു സിവിൽ നേച്ചറുള്ള കേസായിട്ട് മാത്രമേ ഇത് നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ വലിയ CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഞാൻ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം എവിടെയും ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു സംഭവം പറയണ്ടേ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ട് എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ ഞാൻ ഇവിടെ വെച്ചില്ലേ? എൻ്റെ ജീവിതത്തിന് ഒരു സംവിധാനം ഞാൻ പുറത്തു വെച്ചിട്ടുണ്ടല്ലോ. അത് പരിശോധിച്ചാൽ പറയാം. അതെനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എന്ത് പറയാം? ഞാൻ അത്ര വലിയ ആളല്ല എന്ന്. ഞാൻ ദേഹിച്ചിട്ട് ഞാൻ അത്ര വലിയ ആളല്ല. അതറിയില്ല. എന്താ ഒന്നുകൂടി ചോദിക്കുക. ചേവായൂർ ബാങ്കിൽ 2020 മുതൽ ഞാൻ ലോൺ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളെ ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യനല്ലേ, നിങ്ങളെ വീടൊക്കെ ഉണ്ടാവും. ആ ലോണിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ കിട്ടും. ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ വീട് നന്നാക്കല്ലേ നോക്കുക, അല്ലേ? CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് കണ്ടത്. ഏതായാലും ആ വിവാദം ഇപ്പോൾ PSC അംഗത്വത്തിനല്ല, PSC നിയമനത്തിനാണ് കോഴ വാങ്ങിയത് എന്ന തരത്തിലേക്ക് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇർഫാനാണ് നേരത്തെ അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.